ഏറ്റവും ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇടവക വികാരി പറഞ്ഞ വാക്കാണ് എനിക്കേറെ ഇഷ്ടം. പ്രതിപക്ഷ നേതാവല്ല, ജനപക്ഷ നേതാവാണ് എന്നൊരു വിശേഷണം അദ്ദേഹം കൊടുത്തു. അത് കുറച്ചുകൂടെ ആപ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദീർഘനാളായിട്ട് വ്യക്തിപരമായി സ്നേഹബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാനും സ്വാഗതം ചെയ്യുകയാണ്. വൈകി എന്നതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. യുവജന സംഗമം എന്ന നിലയിലാണല്ലോ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. യൗവനം അങ്ങോട്ട് വിട്ടുമാറാൻ മടിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ട് ഈ കാലയളവിലെ യുവജനങ്ങൾ കൂടുതലും അന്യദേശങ്ങളിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രായക്കാരെയും ഒരുമിച്ച് യുവജനങ്ങൾ എന്ന് തന്നെ സംബോധന ചെയ്യുകയാണ്. ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ പ്ലെൻറ്റി എന്നൊരു വാക്ക് നമുക്കെല്ലാം അറിയാം. പ്ലെൻറ്റിനെസ്, ധാരാളിത്വം. ഈ ധാരാളിത്വം എന്ന് പറയുന്നത് അതിരുവട്ടം ചെലവഴിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയല്ല. നമ്മൾ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും നോക്കിയാലും ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ രണ്ടാം മഹാരാജ്യ യുദ്ധം കഴിഞ്ഞിട്ട് ദാരിദ്ര്യമായിരുന്നു നാടിന് ശാപമെങ്കിൽ, പ്രയാസമുണ്ടാക്കിയതെങ്കിൽ, ഇന്ന് ധാരാളിത്വമാണ്. ഓവർ കണ്ടൻറ്റ്. എല്ലാ സ്ഥലത്ത് നോക്കിയാലും, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കുകയും യൂട്യൂബ് എടുത്ത് നോക്കിക്കുകയും അവിടെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ കണ്ടൻസാണ്. സോ വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി ഓഫ് പ്ലെൻറ്റിനെസ്. ധാരാളിത്വം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതും വളരെ ശ്രമകരമായിട്ടുള്ള സംഗതിയാണ്. നമുക്ക് കുടിക്കുവാനായിട്ട് അല്പം വെള്ളം കിട്ടിയാൽ ദാഹം തീരുന്നതാണ്. എന്നാൽ കുറേയേറെ വെള്ളം കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം കുടിക്കാൻ പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന നിലയിലുള്ള ഡിസേൺമെൻറ്റ്, വിവേകശക്തി ഇന്നത്തെ ആളുകൾക്കുണ്ടാവുക, എനിക്കും നമുക്കെല്ലാവർക്കും, യൗവനക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ. എൻ്റെ ഒരു ചെറിയ ജീവിത ഫിലോസഫി എന്ന് പറയുന്നത്, ഈ ജീവിതം സന്തോഷപ്രദമാക്കാനായിട്ട് അല്പമേ വേണ്ടൂ, അധികം വേണ്ട. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ, കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ, കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ, ചെറിയ ചെറിയ വിജയങ്ങൾ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ വായിച്ചിട്ടുള്ള ആളുകൾ എന്തായാലും നമ്മുടെ ഏറ്റവും ആദരണീയനായ വി.ഡി. സതീശൻ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ തലയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന ഒരാൾക്ക് നൽകിയ വലിയൊരു സ്വീകരണത്തിൻ്റെ വീഡിയോ 2 ദിവസം കഴിഞ്ഞ് കേൾക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിച്ചതിലെ 4 തവണ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കോട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് പോസ് ചെയ്തിട്ട് ഉടനെ വിളിച്ചു. ആദ്യത്തെ വിളിയിൽ തന്നെ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, സാറേ എവിടെയാണ്? തിരുവനന്തപുരം, ഞാൻ ഡൽഹിയിലാണ്. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പ്രസംഗം കേട്ടു, ഇത്രയും വേദവചനം എങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന സകല ക്രിസ്ത്യാനിയെ അറിയേണ്ടതാണ്. തിരുമേനി, വേദപുസ്തകത്തിൽ നിന്ന് ഒരധ്യായം വായിക്കാത്ത ഒരു ദിവസം എനിക്കില്ല. ഈ ഇരിക്കുന്ന കേരളത്തിൻ്റെ ജനപക്ഷ നേതാവെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത്, വേദപുസ്തകം വായിക്കാത്ത ഒരധ്യായം വായിക്കാത്ത ഒരു ദിവസം എനിക്കില്ല. ഇവിടെ ഇരിക്കുന്ന മെത്രാനോ അച്ഛന്മാർക്കോ വിശ്വാസികളിൽ എത്ര പേർക്കോ പറയാൻ സാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാം. അതാണ് അദ്ദേഹം. ഇപ്പോട്ടെ വായിക്കുന്ന കാര്യം പറഞ്ഞതാണ്. അങ്ങനെ ധാരാളത്വത്തിൻ്റെ നിറവിൽ കഴിയുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് കൂടുതൽ സന്തോഷമുള്ളവരായിത്തീരാം? അതിന് വിശാലമായ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുക തന്നെയല്ല. ലോകം വിശാലമാകട്ടെ. ആ വിശാല ലോകത്തിൽ നിന്ന് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി അതിൽ ആനന്ദിക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം കിട്ടുന്നത്. അത് പഠിക്കാൻ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ, നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ സാറിനെ സ്വാഗതം ചെയ്യും.